ഓം ശ്രീ സായിരാം. ഇന്ന് അന്തർശൗചയജ്ഞത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എം പി ആണ്. സതീഷ് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സായിരാം സായിരാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർസൗചയജ്ഞത്തിന്റെ 311 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ അർജുൻ മുരളി, ഭജന പാടുന്നത് മിസ് ഇന്ദുലേഖ എന്നിവരാണ്. 3 ഓംകാരവും 3 ഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. സായിരാം സർ. അർജുൻ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യും. ഓക്കെ. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. അധ്യായം 21. സീതാപഹരണം. ശൂർപ്പണഖയുടെ വിവരങ്ങൾ കേട്ട് രാവണൻ കമാന്തനാകുന്നു. രാമലക്ഷ്മണന്മാരോടുള്ള വിദ്വേഷവും വർദ്ധിച്ചു. അതിനാൽ സീതയെ അപഹരിക്കുവാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. മന്ത്രയുടെ കോപവും ശൂർപ്പണഖയുടെ കാമവുമാണ് ഈ സംഭവ പരമ്പരകൾക്കെല്ലാം ആധാരം. ദുഷ്ടയും നീചവികാരങ്ങൾ ഉള്ളവളുമായ ഒരു സഹോദരി എങ്ങനെയാണ് സഹോദരന്മാരുടെ ഉന്മൂലനാശം വരുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. രാമലക്ഷ്മണന്മാരെ പറ്റിയുള്ള ശൂർപ്പണഖയുടെ വർണ്ണന കേട്ട് സന്തോഷത്തോടെ അവരെ തന്റെ ഹൃദയക്ഷേത്രത്തിൽ വിഭീഷണൻ പ്രതിഷ്ഠിച്ചു. രാവണൻ വലിയ ഭക്തനായിരുന്നു. അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനും ധർമ്മത്തെ രക്ഷിക്കാനും അവതരിച്ച മഹാവിഷ്ണുവാണ് രാമൻ എന്നും അറിയാമായിരുന്നു. രാവണൻ വച്ചുപുലർത്തിയിരുന്നത് മൂഢമായ വിദ്വേഷഭക്തിയായിരുന്നു. നാരായണനെ സമ്പൂർണമായി സമർപ്പിച്ച് മുക്തി നേടുക എന്നത് തന്നെയായിരുന്നു രാവണന്റെ ഉദ്ദേശവും. പക്ഷേ രാക്ഷസീയമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ദിവ്യനായ രാമനെ ലയിക്കുക കാര്യം അയാൾ തിരസ്കരിച്ചു. തന്നെ വധിക്കാനായി രാമനെ വരുത്തുവാനുള്ള വഴികൾ ഒരുക്കി. തന്റെ പദ്ധതികൾ നടപ്പിലാക്കാനായി ഏകനായി മാരീചന്റെ കടൽ തീരത്തുള്ള ഭവനത്തിലേക്കെത്തി. സീതയെ ദ്രോഹിച്ച് രാമലക്ഷ്മണന്മാരോട് പകവീട്ടാനുള്ള പദ്ധതിക്ക് മായാവിയായ മാരീചന്റെ സഹായം തേടിയാണ് അവിടെ എത്തിയത്. ഒരിക്കൽ രാമലക്ഷ്മണന്മാരോടുള്ള ശക്തി അറിഞ്ഞിട്ടുള്ള മാരീചൻ രാവണനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വധിക്കുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തുന്നു. ദുഷ്ടനായ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും അഭികാമ്യവും മോക്ഷദായകവും രാമന്റെ കൈകളാൽ മരിക്കുന്നതാണെന്ന് തോന്നിയതിനാൽ മാരീചൻ രാവണനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. മായാശക്തി കൊണ്ട് ഒരു പൊന്മാനായി രൂപം ധരിക്കാനും സീതയെയും രാമലക്ഷ്മണന്മാരെയും ആകർഷിക്കുവാനും രാവണൻ ആജ്ഞാപിക്കുന്നു. ഇതേ സമയത്ത് തങ്ങളുടെ അവതാര ദൗത്യം പൂർത്തീകരിക്കാനുള്ള സമയമായി എന്ന് സീതാരാമന്മാർ മനസ്സിലാക്കുന്നു. അതിനാൽ ലക്ഷ്മണനെ ഫലമൂലാദികൾ കൊണ്ടുവരാൻ പറഞ്ഞയക്കുന്നു. സീതാദേവിയെ അഗ്നിമണ്ഡപത്തിൽ ഇരുത്തിയ ശേഷം മായാസീതയെ പർണശാലയിൽ നിർത്തുന്നു. എല്ലാം ഭഗവാന്റെ ലീലാനാടകത്തിന്റെ അംഗങ്ങൾ മാത്രമാണെന്ന് നാം അറിയുന്നു. ആധ്യാത്മിക സാധനമോ തപസ്സോ അതിമമാനുഷിക ശക്തികൾ നേടാൻ വേണ്ടിയാണെങ്കിൽ
അവ ക്ഷുദ്രവും ഹാനികരവുമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എത്ര വലിയ ആധ്യാത്മിക കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ കർത്താവ് രാക്ഷസീയമായ വികാരങ്ങളും പ്രവർത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അത് നിഷ്പ്രയോജനമാണെന്ന് രാവണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സീതാദേവിയുടെ അവതാരോദ്ദേശം രാവണവധത്തിന് കാരണഭൂതയാവുക എന്നതാണ്. സുപ്താവസ്ഥയിൽ അഗ്നിമണ്ഡപത്തിൽ ഇരിക്കുന്ന സീതാദേവി തന്നെയാണ് അഗ്നിജ്വാലയിൽ ലങ്കയെ ചുട്ട് ഭസ്മമാക്കുന്നത്. രാവണവധം കഴിഞ്ഞാൽ മായാസീത അഗ്നിയിൽ പ്രവേശിക്കുകയും യഥാർത്ഥ സീതാദേവി പുറത്തു വരികയും ചെയ്യും. ഈ നാടകത്തിന്റെ സൂത്രധാരൻ ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. രാമന്റെയും സീതാദേവിയുടെയും ശരീരങ്ങൾ അഗ്നിയിൽ നിന്നും ജനിച്ചവയും അഗ്നിയാൽ പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നവയുമാണ്. അതിനാൽ ദേവിയുടെ എല്ലാ തേജസ്സും ഗുണങ്ങളും അഗ്നിയിൽ സൂക്ഷിച്ച ശേഷം ഒരു സാധാരണ സ്ത്രീയെ പോലെ വ്യസനവും ഉത്കണ്ഠയും വിരഹവേദനയും എല്ലാം പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ലോകം ശ്രദ്ധിക്കുന്നത് ഈ പെരുമാറ്റ രീതികളാണ്. തങ്ങളുടെ എല്ലാ പ്രവർത്തികളും കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാതൃകയായിരിക്കണമെന്നും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സത്യധർമ്മങ്ങളുടെ തത്വങ്ങൾക്ക് സർവദാ അനുയോജ്യമാകും വിധത്തിൽ പെരുമാറണമെന്നും രാമൻ ഉപദേശിക്കുന്നു. ആത്മീയ ശാസ്ത്രങ്ങൾക്ക് അനുസൃതവും സാധാരണ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നവയും ആദർശപൂർണവും ജീവിതം നയിക്കുവാൻ പ്രേരണ നൽകുന്നവയും ആയ പ്രവൃത്തികൾ നാം ചെയ്യണമെന്നും രാമൻ സീതയെ ധരിപ്പിക്കുന്നു. പഞ്ചവടിയിൽ പ്രവേശിച്ച രാവണനും മാരീചനും അല്പം അകലെ മറഞ്ഞു നിന്നുകൊണ്ട് തങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. രാവണൻ അവിടെ മറഞ്ഞിരിക്കുകയും മാരീചൻ കോമളമായ പൊന്മാന്റെ രൂപം ധരിച്ചുകൊണ്ട് പർണശാലയ്ക്കരികിൽ തുള്ളിക്കളിക്കുകയും ചെയ്തു. പർണശാലയിൽ നിന്നും പുറത്തേക്ക് വന്ന സീതാരാമന്മാരും ലക്ഷ്മണനും ഈ അപൂർവ മൃഗത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുന്നു. സീതാദേവി ആ മാനിനെ തനിക്കു ലഭിച്ചാൽ ഒരു കളിക്കൂട്ടുകാരൻ ആക്കാമായിരുന്നു എന്ന തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിനെ പിടിക്കുവാൻ നിർബന്ധിക്കുന്നു. ഉടൻ തന്നെ ലക്ഷ്മണൻ അതിനെ പിടിക്കാനായി പുറപ്പെട്ടുവെങ്കിലും രാമൻ താൻ തന്നെ അതിനെ പിടിക്കാമെന്ന് പറയുന്നു. രാമൻ മാനിന് പിന്നാലെ പോകുന്നതിനു മുൻപ് ലക്ഷ്മണന് കർശനമായ നിർദ്ദേശം നൽകുന്നു. രാക്ഷസന്മാർ ഉള്ള സ്ഥലമായതിനാൽ അമ്പും വില്ലും ധരിച്ച് അതീവ ജാഗ്രതയോടെ സീതയെ സംരക്ഷിക്കണം. യാതൊരു കാരണവശാലും സീതയെ ഏകാകിനിയായി വിട്ടിട്ട് പോകരുത് എന്ന് ലക്ഷ്മണനോട് പറയുന്നു. കുറെ നേരം പുറകെ പോയിട്ടും മാനിനെ പിടിക്കാതെ വന്നപ്പോൾ അത് മാരീചനാണെന്ന് അറിയുന്ന രാമൻ അതിന്റെ നേരെ അമ്പെയ്യുകയും അത് കൊണ്ട മാരീചൻ ഹാ സീത, ഹാ ലക്ഷ്മണ എന്ന് ദീനമായി രാമന്റെ സ്വരത്തിൽ നിലവിളിക്കുകയും ചെയ്തു. മാരീചന്റെ വിലാപം കേട്ടപ്പോൾ അത് രാമന്റെ സ്വരമാണ്, വേഗം പോയി രക്ഷിക്കൂ എന്ന് സീത ലക്ഷ്മണനോട് പറയുന്നു. ജ്യേഷ്ഠന്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്ന ലക്ഷ്മണൻ അത് ജ്യേഷ്ഠനിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു വിലാപം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് സീതയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലക്ഷ്മണൻ പോയില്ലെങ്കിൽ താൻ തന്നെ പോകുമെന്ന് സീത പറയുമ്പോൾ ഇതൊക്കെ രാക്ഷസന്മാരുടെ സൂത്രമാണെന്ന് വീണ്ടും പറയുന്നു. പക്ഷേ ആകാംക്ഷ കൊണ്ട് സ്വയം മറന്ന സീത കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ലക്ഷ്മണനെ ശകാരിക്കുന്നു. വാക്കുകളാകുന്ന അമ്പുകൾ ഏറ്റ് പിടഞ്ഞുപോയ ലക്ഷ്മണൻ കാതുകൾ പൊത്തിക്കൊണ്ട് തന്റെ അമ്പുകൊണ്ട് ആ ആശ്രമത്തിനു ചുറ്റും മന്ദസാന്ദ്രമായ രേഖ വരയ്ക്കുന്നു. ഈ ലക്ഷ്മണ രേഖയ്ക്ക് പുറത്ത് കടക്കരുതെന്ന് സീതയോട് അപേക്ഷിക്കുന്നു. വനദേവതമാരെ സീതയുടെ ഭാരമേൽപ്പിച്ച് നിസ്സഹായനും ശോകാകുലനുമായ ലക്ഷ്മണൻ പോകുന്നു. വാക്കുകൾ ജാഗ്രതയോടെ ഉപയോഗിക്കുക. വാച്ച് യുവർ വേർഡ്സ്. സ്വാമി നമ്മെ ഉപദേശിച്ചതിന്റെ സാരം ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. ഈ അവസരത്തിന് കാത്തിരുന്ന രാവണൻ സന്യാസി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭിക്ഷ ചോദിക്കുന്നു. പർണശാലയിൽ നിന്നും പുറത്തു വന്ന സീതയെ നിർബന്ധിച്ച് രേഖയ്ക്ക് പുറത്തു വന്ന് ഭിക്ഷ നൽകാൻ പ്രേരിപ്പിക്കുന്നു. സീത പുറത്തിറങ്ങിയതും രാവണൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് സീതയെ പിടിച്ചുവലിച്ച് രഥത്തിലെത്തി കൊണ്ടുപോകുന്നു. സീത ഹാ രാമ, ഹാ ലക്ഷ്മണ എന്ന് വിലപിക്കുന്നു. താൻ ഉപയോഗിച്ച കടുത്ത വാക്കുകൾ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. പക്ഷേ അവയുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ സീതയ്ക്ക് സാധിക്കുന്നില്ല. സീതയുടെ വിലാപം കേട്ട് പക്ഷിരാജനായ ജടായു രാവണനെ പല വിധത്തിലും തടയാൻ ശ്രമിക്കുന്നു. രഥം പൊളിക്കുകയും ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ രാവണൻ ചന്ദ്രഹാസം ഉപയോഗിച്ച് ചിറകുകൾ അറുത്ത് ജടായുവിനെ വീഴ്ത്തിയിട്ട് സീതയെയും വഹിച്ചുകൊണ്ട് പോകുന്നു. മരണാസന്നനായ ജടായു തന്റെ പ്രാണവേദനയ്ക്കിടയിലും ശ്രീരാമനോട് രാവണൻ സീതയെ അപഹരിച്ച വൃത്താന്തം പറഞ്ഞതിനു ശേഷമേ പ്രാണൻ പോകാവൂ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർജവധത്തിനു ശേഷം മടങ്ങി വന്നുകൊണ്ടിരുന്ന രാമൻ വഴിയിൽ ലക്ഷ്മണനെ കാണുന്നു. അടുത്ത രംഗത്തിനു സമയമായി എന്നറിഞ്ഞ രാമൻ സീതയെക്കുറിച്ച് ആശങ്കാകുലനാകുന്നു. തന്റെ വാക്കുകൾ അനുസരിക്കാതെ സീതയെ വിട്ടുവന്നത് എന്തിനെന്ന് ചോദിക്കുന്നു. മാരീചന്റെ കരച്ചിൽ കേട്ട് ദേവിയുടെ ധൈര്യം നഷ്ടപ്പെട്ട്
അരുതാത്ത വാക്കുകൾ തന്നോട് പറഞ്ഞു. ദേവിയുടെ സംരക്ഷയ്ക്ക് തന്നാലാകുന്നത് ചെയ്തിട്ട് താൻ ഓടിപ്പോന്നു. രാക്ഷസന്മാർ തന്റെ പത്നിയെ കട്ടുകൊണ്ടുപോകാൻ രാമൻ അനുവദിച്ചു എന്നൊരു പഴി കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് രാമൻ വ്യസനിച്ചു. പർണശാലയിൽ സീതയെ കാണാതെ രാമലക്ഷ്മണന്മാർ തീവ്ര ദുഃഖിതരായി. താൻ കാരണമാണല്ലോ എന്നോർത്ത് ലക്ഷ്മണൻ അന്നു നടന്ന സംഭവങ്ങൾ എല്ലാം ഒന്നുകൂടി ഓർത്തു നോക്കി. അപ്പോൾ തന്റെ ജ്യേഷ്ഠൻ സാധാരണ മനുഷ്യനല്ല എന്നും ലോക കല്യാണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇച്ഛയാൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം എന്നും ലക്ഷ്മണൻ മനസ്സിലാക്കുന്നു. ലക്ഷ്മണനെ പോലെ നമുക്കും ചില സന്ദേശങ്ങൾ ലഭിക്കുന്നു. രാമന്റെയും സീതയുടെയും ഓരോ പ്രവൃത്തിയും അവരുടെ അവതാര ഉദ്ദേശം സാധിക്കാൻ വേണ്ടി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരുന്നു. ലോകത്തിന്റെ വിമർശനം നേടിത്തരുന്ന ഒരു പ്രവൃത്തിയും ചെയ്തുകൂടാ. സ്വാമി പറഞ്ഞതുപോലെ മാർക്സിനെ കുറിച്ചല്ല, റീമാർക്സിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ സംഭവങ്ങളും ഈശ്വരിച്ഛ കൊണ്ടാണ് നടക്കുന്നത്. നാം എല്ലാം ഭഗവാൻ സംവിധാനം ചെയ്യുന്ന നാടകത്തിലെ നടീനടന്മാരാണ്. അവർക്കു നൽകിയിരിക്കുന്ന ഭാഗം നന്നായി അഭിനയിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. തൻ്റെതായ ബോധത്തെ പറ്റി ലക്ഷ്മണൻ രാമനോട് പറയുന്നു. രാമൻ തന്റെ ശരീരത്തിന്റെ ഒരു അവയവമായ അനുജനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ വിശ്വത്തിന്റെ മാതാവായ തനിക്ക് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാൻ പല സംഭവങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഒരു സാധാരണ മാതാവ് തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെയാണത്. ഗുരുവും നായകനുമായ തനിക്ക് ആദർശങ്ങൾ പ്രായോഗികമാക്കിയ ശേഷം മാത്രമേ പഠിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. സീതയ്ക്ക് താൻ അഭിനയിക്കേണ്ട ഭാഗം നന്നായി അറിയാം. യോഗവും വിയോഗവും ഒക്കെ ശരീരത്തിനേ ഉള്ളൂ. ആ അവതാര രഹസ്യം താൻ ലക്ഷ്മണനെ അറിയിക്കുകയാണെന്നും അതിനാൽ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്യണമെന്നും രാമൻ പറയുന്നു. സീതയും ഇടറുകയും പതറുകയും ചെയ്യാതെ രാവണന്റെ തടങ്കലിൽ തന്റെ പരിശുദ്ധിയും പതിവൃത്തവും കാത്തു സൂക്ഷിച്ചു. സഹോദരന്മാരും സീതാന്വേഷണം എന്ന അടുത്ത രംഗത്തിലേക്ക് പ്രവേശിച്ചു. അവർ യുദ്ധത്തിന്റെ ലക്ഷണവും പൊളിഞ്ഞ രഥവും കണ്ടു. അതിനരികിൽ കിടന്ന ജടായുവിന്റെ സമീപം ചെന്നപ്പോൾ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിയിച്ചു. മരണാസന്നനായ ജടായുവിന് രാമൻ ജലം നൽകുകയും ജടായു രാമ എന്നു വിളിച്ച് അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. രാമൻ ആ പക്ഷിശ്രേഷ്ഠന്റെ ജഡം ദഹിപ്പിച്ച് ഉദയക്രിയകൾ ചെയ്ത് അതിനെ മോക്ഷം നൽകി. അവർ വീണ്ടും വനാന്തരത്തിൽ അലയുമ്പോൾ അജമുഖി എന്ന രാക്ഷസിയെ വധിക്കുന്നു. പിന്നീട് വയറ്റിൽ മുഖവും നീണ്ട ബാഹുക്കളുമുള്ള കബന്ധൻ എന്ന രാക്ഷസന്റെ പിടിയിൽപ്പെടുന്നു. രാമലക്ഷ്മണന്മാർ ബാഹുക്കൾ മുറിച്ച് അവനെ വധിച്ച് ജഡം ദഹിപ്പിച്ചപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് ശാപമോക്ഷം നൽകിയതിൽ കൃതജ്ഞത പ്രകാശിപ്പിച്ച് രാമപാദങ്ങളിൽ നമസ്കരിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും കാലവിളംബവും കൂടാതെ അവർ ദുഷ്ടരെ അമർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വിടവാങ്ങിപ്പോയി. അവർ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരു വൃദ്ധ താപസിനിയെ കണ്ടുമുട്ടി. മാതംഗമുനിയുടെ ആശ്രമത്തിൽ അനേക വർഷങ്ങളായി രാമദർശനത്തിനു വേണ്ടി അഹോരാത്രം തപസ്സു ചെയ്തിരുന്ന ശബരിയായിരുന്നു അത്. ശബരിയുടെ ആത്മാർപ്പണവും ഭക്തിയും കണ്ട് രാമൻ സന്തുഷ്ടനാകുന്നു. ശബരി കടിച്ച് സ്വാദുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് നൽകിയ മധുരഫലങ്ങൾ രാമൻ ആസ്വദിച്ചു കഴിക്കുന്നത് കണ്ട് ലക്ഷ്മണൻ ആശ്ചര്യപ്പെടുന്നു. അവർ കടിച്ചു എച്ചിലാക്കിയ ഫലമാണ് രാമൻ സ്വീകരിച്ചത്. നിർമ്മലവും അനന്യവുമായ ഭക്തിയോടെ ഭക്തൻ എങ്ങനെ സമർപ്പിച്ചാലും ഭഗവാൻ സ്വീകരിക്കുന്നു. ജാതി, ലിംഗം, വംശം ഇത്യാദി വ്യത്യാസങ്ങൾ ഒന്നും സർവ്വതിനും ആധാരമായ ഭഗവാനില്ല. ഭക്തി മാത്രമാണ് ഭഗവാന്റെ അളവുകോൽ. ശബരിയോട് സീതയെ പറ്റി ചോദിച്ചപ്പോൾ രാമതത്വം എന്ന പോലെ സീതാതത്വവും തനിക്കറിയാമെന്ന് അവർ പറയുന്നു. ത്രികാലജ്ഞാനിയായ മാതംഗമുനി ശ്രീരാമന്റെയും സീതയുടെയും അവതാരോദ്ദേശവും അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന ഓരോ സംഭവവും തന്റെ അരുമശിഷ്യയായ ശബരിയോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് ശ്രീരാമ ദർശനത്തിനുള്ള ഭാഗ്യം ശബരിക്കുണ്ടെന്നും അതിനാൽ ആശ്രമത്തിൽ വസിച്ച് കാത്തിരിക്കാനും ആജ്ഞാപിച്ചിരുന്നു. ഋഷ്യമുഖാചലത്തിൽ വസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന കാര്യവും അദ്ദേഹത്തിന്റെ സഹായത്തോടെ സീതയെ അന്വേഷിക്കുന്നത് ത്വരിതഗതിയിലാകുമെന്ന കാര്യവും ശബരി വെളിപ്പെടുത്തുന്നു. അതിനുശേഷം രാമപാദങ്ങളിൽ നമസ്കരിച്ച് രാമന്റെ അനുവാദത്തോടെ ശബരി തന്റെ യോഗാഗ്നിയിൽ ഭസ്മമായി തീരുന്നു. അവരുടെ പ്രാണൻ ശ്രീരാമനിൽ ലയിക്കുന്നു. ശ്രീരാമന്റെ വനവാസത്തിനുടനീളം നാം കാണുന്ന വസ്തുത എന്താണ്? വനാന്തരങ്ങളിൽ താമസിക്കുന്ന ശ്രേഷ്ഠരായ
താപസ്വികൾ ഉൾപ്പെടെ എല്ലാവരും ശ്രീരാമന്റെ അവതാരത്തെ പറ്റി അറിഞ്ഞിരുന്നുവെന്നും അവതാര ദൗത്യത്തെ കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നുവെന്നും നാം കാണുന്നു. പ്രപഞ്ചം ഭഗവാന്റെ നാടകവേദിയാണ്. നാം ഓരോരുത്തരും ആ നാടകത്തിലെ വേഷങ്ങളാണെന്ന സത്യം ഓർമ്മിച്ചാൽ ജീവിതം സുഖവും ശാന്തവുമായി മുന്നോട്ട് പോകും. എല്ലാ ജീവിതാനുഭവങ്ങളും ഭഗവാന്റെ അനുഗ്രഹമായി സ്വീകരിച്ചാൽ നാം പഠിക്കണം എന്ന സന്ദേശമാണ് ഈ അധ്യായത്തിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം. ഭഗവാന്റെ കരസ്പർശമേറ്റാൽ അത് മരണം വരുത്തുമെങ്കിൽ പോലും രാക്ഷസരും ശാപഗ്രസ്തരും പക്ഷികളും മൃഗങ്ങളുമെല്ലാം മോക്ഷം നേടുന്നു. ജയ് സായിറാം. അർജുൻ നന്നായിട്ട് വായിച്ചു കേട്ടോ. ഭഗവാന്റെ വെച്ചോളൂ. സായിരാം, ചന്തു സാറിന്റെ വീഡിയോ ഓൺ ആണ്, ഓഫ് ചെയ്യോ. ചന്തു സാറിന്റെ വീഡിയോ ഓഫ് ചെയ്യണം. വീഡിയോ ചന്തു സാറെ വീഡിയോ ഓഫ് ചെയ്യണേ. സതീഷ്, ഭഗവാന്റെ ഓക്കെ സായിരാം. പ്രഭാഷണം വയ്ക്കാം. రావణుడు మరణించిన తర్వాత after death of Ravana, ఈ శుభవార్తను సీతకు అందించమని ఆజ్ఞ చేశాడు రాములు హనుమంతునితో. Rama wanted Hanuman to communicate this good message to Sita. ఒక్క జంపులో అనగా ఒక్క ఎగురు లోపల ఈ యొక్క అశోకవనంలో చేరిపోయాడు హనుమంతుడు. Hanuman reached Ashokavana in just in one ఇంటి jump. ఆనందమైనటువంటి వార్తను ఏనాడు నేను సీత చెవిలో వేయగలనా అని కాచుకొని ఉన్నాడు. క్షణాలు కూడా లెక్కిస్తున్నాడు. Hanuman is waiting every moment to convey this joyful news. వెళ్ళిన తక్షణమే The moment he went, సీతకు ఈ విజయ వార్తను అందించాడు. he conveyed this good news. తదుపరి వెనుకలనే వెళ్ళాడు విభీషణుడు. Vibhishana followed him. తల్లి, మీరు సిద్ధమై ఉండాలి, రామును దర్శించడానికి నేను విమానం తీసుకుని వస్తున్నానని అన్ని విధాలా నచ్చజెప్పి వెళ్ళాడు. Vibhishana said, Mother, be ready to see Rama there. Everything is ready now. విభీషణుని భార్య అయినటువంటి సరమ, Sarama, the wife of Vibhishana, త్రిజట అజిట అనేటువంటి బిడ్డలు కూడాను ఆమెను అన్ని విధములుగా అలంకారాలు చేశారు. Trijata, Ajata, daughters of Vibhishana, decorated Sita in every possible way. అప్పుడు ఆమె ఏడుస్తూ ఉండాలి పాపం. ఈ సంతోషం విన్నప్పటికీ పాతవన్నీ జ్ఞాపకమంతా వస్తుండాలి. Sita was crying in spite of the good news because she is reminded of past difficulties. ఏమని ఏడుస్తుండాలి? How is she ఈ crying? చెరలో నుంచి వెళ్ళేనానే ఇక రాముల కనుల చూచెనా. I'm getting out of this jail and I'm going to see Rama. ఈ చెరలో నుంచి వెళ్ళేనానే ఇక రాముల కనుల చూచెనా, ఆ శ్రీరాముల కనుల చూచెనా. నాడు పెండ్లాడిన రాముడు ఏడ నా జాడలో రాకయున్నాడు, ఎన్నాడతని కౌగిలెడబాయకుంటేనే పన్నుగా నేటికి 10 నెలలాయేగా ఈ చెరలో నుంచి వెళ్ళేనానే ఇక రాముల కనుల చూచెనా. I'm coming out of this prison of Lanka Ashokavana. I'm going to see Rama with his 2 eyes. ఓ నా ముద్దు మరది ఓ లక్ష్మణ, నిన్ను మసలాడి తీసుకున్నా, నోటి మాటలు ఎంతో నాటి వచ్చి తినని ఏమని దూరితివో, విడచిపోతివ తండ్రి ఈ చెరలో నుంచి వెళ్ళెనా నే ఇక రాముల కనుల చూచెనా. Oh Lakshmana, I spoke very harsh words. What happened to you? You are అని separated. బాధపడుతున్నటువంటి ఈ హృదయానికి ఈ చల్లని వార్తను అందించాడు హనుమంతుడు. Hanuman conveyed this comforting good news to her. తాను మాటలు రాలేకపోయింది, She couldn't speak. కదలలేకపోయింది, She couldn't move. ఏమి చేయాలనేటువంటిది తోచలేకపోయింది. She didn't know what to ఈ do. శుభవార్తకై 10 నెలలు కాచుకొని ఉంటుండాలి. She waited for 10 months long for this good. സായിരാം, ഇന്ദുലേഖ വീഡിയോ ഓൺ ചെയ്തിട്ട് ഭജന പാടിക്കോളൂ. സായിരാം, ഇന്ദുലേഖ ട്രെയിനിലാണ് ഉള്ളത്, അതുകൊണ്ട് അവളെ അച്ഛനാണ് പാടുന്നത്.
എത്തി അമ്മ എത്തി വീട്ടിലെത്തി. സായിറാം കേക്കുന്നുണ്ടാ? സായിറാം കേൾക്കുന്നുണ്ടോ മോളെ? കേൾക്കുന്നുണ്ട്, പാടിക്കോളൂ. राम राम भजो मन हरे हरे, राम राम भजो मन हरे हरे, साई राम भजो मन हरे हरे, साई राम भजो मन हरे हरे, राम राम भजो मन हरे हरे, रघुपति राजा राम नाम, रघुपति राजा राम नाम, पतित पावन सीताराम, पतित पावन सीताराम, साई राम भजो मन हरे हरे, साई राम भजो मन हरे हरे, साई राम भजो मन हरे हरे, राम राम भजो मन हरे हरे. साई राम. മോളെ വീഡിയോ 1 മിനിറ്റ് ഒന്ന് ഓൺ ചെയ്യൂ. ആരാ ഒന്ന് കാണാനേ? ആ ശരി, ഓക്കെ. താങ്ക് യു സായിരാം. സായി രാം. ഇത് ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ സംഗ്രഹം നന്നായിട്ട് വായിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാം. ശൂർപ്പണഖയുടെ വാക്കുകൾ ശ്രവിച്ച രാവണനുണ്ടായ വികാരം എന്തായിരുന്നു? ക്വിസിന് റെഡിയാണല്ലോ? ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. കാമാന്തനായി. കാമവും വിദ്വേഷവും. രാമലക്ഷ്മണനെ പറ്റി ശൂർപ്പണ വർണ്ണിക്കുമ്പോൾ വിഭീഷണന്റെ വികാരം എന്തായിരുന്നു? രാമനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്നുള്ള ഒരു സന്തോഷമായിരുന്നു. മാത്രമല്ല, ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഉടൻ തന്നെ. രാവണന്റെ യഥാർത്ഥമായ വ്യക്തിത്വം എന്തായിരുന്നു? രാമൻ യഥാർത്ഥത്തിൽ ഭക്തനായിരുന്നു, ശിവഭക്തനായിരുന്നു. രാക്ഷസീയ ഭാവമുണ്ട്. അതായത് രാവണൻ ഈശ്വരഭക്തനും ജ്ഞാനിയുമായിരുന്നു. അതാണ് ആ 10 തല കാണിക്കുന്നത്. പക്ഷേ അതുപോലെ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ രക്ഷിക്കുവാൻ അവതരിച്ച നാരായണനാണ് രാമനെന്നും രാവണൻ അറിയാമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈ ജന്മത്തില് വിദ്വേഷവും ദുഷ്ടതയും കൊണ്ട് മാത്രമേ രാമനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ജയവിജയന്മാരിൽ ഒരാളുടെ അവതാരമായിരുന്നു. വിദ്വേഷഭക്തി കൊണ്ടാണ് തിരികെ പോവാൻ സാധിക്കുമെന്ന് ഉള്ള വരം അവർ നേടിയിരുന്നു. അതുകൊണ്ടാണ് രാവണൻ, കുംഭകർണൻ ഈ ജന്മത്തില് ഹിരണ്യകാശ്യപ്, ഹിരണ്യാക്ഷൻ, പിന്നെ അടുത്ത ജന്മത്തില് ശിശുപാലൻ, ദന്തവക്ത്രൻ, ഇങ്ങനെ ജയവിജയന്മാര്, ഭഗവാന്റെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാര് സനകാദി മുനികളുടെ ശാപം മൂലം രാക്ഷസന്മാരോട് ജനിച്ചപ്പം ഭഗവാനാണ് ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. എന്ത് വേണം? ഒരുപാട് നാള് നല്ലവരായി ജനിച്ച് ഭക്തന്മാരായിട്ട് ജീവിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കണമോ, തിരികെ വൈകുണ്ഠത്തിൽ വരണമോ, അതോ 3 ജന്മങ്ങളിൽ ദുഷ്ടരായിട്ട് വിദ്വേഷഭക്തി കൊണ്ട് എന്നെ ഭജിച്ചുകൊണ്ട് എന്നോട് ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, ആ ഒരു വികാരത്തോടുകൂടി പെട്ടെന്ന് തിരിച്ചു വരണമോ എന്ന് ചോദിക്കും. അപ്പൊ അവര് വിദ്വേഷഭക്തിയിലൂടെ പെട്ടെന്ന് തിരിച്ചു വന്നാൽ മതി എന്ന വരം നേടും. അങ്ങനെയാണ് രാവണനും കുംഭകർണനും വിദ്വേഷഭക്തി വളർത്തുന്നത്. കുംഭകർണനും വളരെ നല്ല ആളായിരുന്നു, എന്നിട്ടും രാവണന്റെ കൂടെ ചേരുകയാണല്ലോ. രാവണന്റെ ഭക്തി ഏത് തരത്തിലുള്ളതായിരുന്നു?
ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ശിവഭക്തനല്ലേ? ആ, വിദ്വേഷഭക്തി. വിദ്വേഷഭക്തി മൂഢവും പരമനീചവുമായ വിദ്വേഷഭക്തിയിലൂടെ മുക്തി നേടാൻ സീതയെ അപഹരിക്കുവാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ആദ്യമായിട്ട് എന്താണ് ചെയ്തത്? സീതയുടെ അടുത്ത കാര്യങ്ങളെല്ലാം സമയമായി എന്ന് പറഞ്ഞിട്ട് അല്ല, രാവണൻ എന്താണ് ചെയ്തത്? മരീചനെ മാരീചന്റെ സഹായം തേടാൻ ആദ്യം എതിർത്തുവെങ്കിലും രാവണന്റെ സഹായിക്കാമെന്ന് മാരീചൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? അഥവാ മരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ബാണം കൊണ്ട് മരിക്കാതെ മരീചൻ മരിക്കും. അപ്പം രാമന്റെ കൈ കൊണ്ട് മരിച്ചാല് അതാണ് മോക്ഷം കിട്ടും എന്നുള്ളൊരു വിശ്വാസം. അതെ അതെ. എന്ത് കുതന്ത്രമാണ് രാവണൻ അവതരിപ്പിച്ചത്? മാനിന്റെ വേഷത്തിൽ ചെന്ന് രാമനെ ആകർഷിക്കണം. വെറും മാനല്ല, അത്ഭുതകരമായ പൊന്മാനെന്നൊരു മാനില്ലല്ലോ, പക്ഷെ പൊന്മാനായിട്ടാണ് പ്രത്യക്ഷപ്പെടേണ്ടത്. മാത്രമല്ല രാമന്റെ ശബ്ദം അനുകരിച്ച് ഹാ സീത ഹാ ലക്ഷ്മണ എന്ന് കരയണമെന്നും പറയും. തങ്ങളുടെ അവതാര ദൗത്യം നിർവഹിക്കാൻ സമയമായി എന്നറിഞ്ഞ സീതാരാമന്മാർ എന്തു ചെയ്തു? അവര് പദ്ധതി ആസൂത്രണം ചെയ്തു. അഗ്നിയിൽ മറഞ്ഞിരിക്കാനായിട്ട് സീതാദേവിയോട് പറഞ്ഞു. പിന്നെ മാനിനെ പിടിക്കാൻ സീത ലക്ഷ്മണൻ എന്ത് പറഞ്ഞു. ചെയ്തു? ലക്ഷ്മണ രേഖകളും ഫലങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞു വിട്ടിട്ട്. അതെ, അതാണ്. ലക്ഷ്മണൻ അറിയുന്നില്ല മായാസീതയാണെന്നുള്ളത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ രണ്ടാളും അഗ്നിയുടെ തേജസ്സിൽ ജനിച്ചവരായതുകൊണ്ട് സീതയെ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കാൻ പറയുന്നു. കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാവുകയില്ല. ഇവിടെ രാവണവധം എന്ന കാര്യത്തിന് സീതാദേവിയുടെ പങ്ക് എന്താണ്? സീതാദേവിയെ കട്ടുകൊണ്ടുപോയത് കൊണ്ടാണല്ലോ മാത്രമേ രാമനെ അന്വേഷിച്ച് ചെല്ലത്തുള്ളല്ലോ. സീതാദേവിയാണ് രാവണവധത്തിന് കാരണക്കാരിയാവുന്നത്. സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് കൊണ്ട് ആ അവമാനം, ആ അധർമ്മം, അതിൽ നിന്ന് രാവണനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് രാവണനെ വധിക്കുന്നത്. രാവണന്റെ കുതന്ത്രങ്ങളിൽ സഹായിക്കുന്ന മാരീചന്റെ ആശ്വാസം എന്തായിരുന്നു? രാമബാണമായിട്ട് മരിച്ചാൽ മോക്ഷം കിട്ടും, രാവണന്റെ ബാണത്തിനെക്കാട്ടിലും നല്ലതല്ലേന്ന്. അതെ. മാത്രമല്ല സീതാരാമന്മാരുടെയും ലക്ഷ്മണന്റെയും ദർശനം ലഭിക്കുമല്ലോ ആ കാട്ടില് പൊന്മാനായിട്ട് കളിക്കുമ്പോ. അവരുടെ ദർശനം ലഭിക്കും, അവരുടെ കൃപാദൃഷ്ടി എന്നിൽ പതിയും, രാമൻ എന്നെ അനുഗമിക്കും. രാമബാണം കേൾക്കുമ്പം രാമനെ തന്നെ നോക്കിക്കൊണ്ട് മരിക്കാനും മോക്ഷം നേടാനും സാധിക്കും. പൊന്മാനായി പ്രത്യക്ഷപ്പെട്ട മാരീചനെ പിടിക്കുവാൻ താൻ തയ്യാറാകുന്നു. എന്ത് നിർദ്ദേശമാണ് ലക്ഷ്മണന് നൽകിയത്? രാമൻ സീതയെ കാത്തു സൂക്ഷിച്ചോളണം, ഒരു കാരണവശാലും സീതയെ ഒറ്റപ്പെടുത്തരുത്. അതെ. മാരീചൻ മുമ്പേ എപ്പോഴാണ് രാമനെ കണ്ടിട്ടുള്ളത്? താടകവധത്തിന് ശേഷം മാരീച സ്വഭാവങ്ങളെ. അതെ, വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് അപ്പോഴാണ് കണ്ടത്. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പോയപ്പോ മാരീചന്റെ സുബാഹുവിന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാരാണ് വന്നത്. സുബാഹുവിനെ അപ്പൊ തന്നെ കൊന്നു. മാരുതിനെ കൊന്നാനായിട്ട് അമ്പയച്ചപ്പം മാരുതിൻ ഓടി സമുദ്രത്തിൽ ചെന്ന് വീഴും. പക്ഷെ രാമബാണം അവിടെയും എത്തും. അപ്പോ അതിനെ ശരണം പ്രാപിക്കും മാരീചൻ. അപ്പൊ പിന്നെ ഭഗവാൻ ശരണം പ്രാപിച്ചാൽ പിന്നെ ശ്രീരാമൻ ശരണം കൊടുക്കും. അങ്ങനെയാണ് ആദ്യമായിട്ട് രാമനെ കണ്ടത്. ഹാ സീത ആ ലക്ഷ്മണ എന്ന നിലവിളി സീത എങ്ങനെയാണ് പ്രതികരിച്ചത്? ലക്ഷ്മണനെ രാമൻ എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ലക്ഷ്മണനോട് പോയിട്ട് വാക്കുകളെല്ലാം പറഞ്ഞിട്ട് രക്ഷിക്കാൻ വേണ്ടി. ലക്ഷ്മണൻ എന്താണ് പോവാൻ കൂട്ടാക്കാതിരുന്നത്? രാമൻ ലക്ഷ്മണനെ ഏൽപ്പിച്ചതാണല്ലോ. അങ്ങനെ ഒരു അപേക്ഷാ സ്വരത്തിൽ രാമൻ വിളിക്കില്ല എന്നറിയാമായിരുന്നു.
പിന്നെ 2-3 രാക്ഷസന്മാര് കാരണങ്ങളുണ്ട്. ഒന്നാമത് രാമന്റെ ആജ്ഞ ധിക്കരിക്കാൻ അനുസരിക്കുന്ന ആളാണ് ലക്ഷ്മണൻ. ആ ആജ്ഞ ധിക്കരിക്കാൻ പറ്റില്ല. രണ്ടാമത് രാമന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കരച്ചിൽ ഒരിക്കലും വരില്ല. രാമൻ ഒരിക്കലും അങ്ങനെ വിലപിക്കില്ല. അതുകൊണ്ട് അത് രാക്ഷസന്മാരുടെ മായാവിയാണ് എന്നുള്ളത് മനസ്സിലാക്കി. പക്ഷേ അവതാര ദൗത്യം നടപ്പിലാക്കണമെങ്കിൽ ലക്ഷ്മണൻ പോയേ തീരൂ എന്ന് സീതയ്ക്കറിയാം. അതിനായിട്ട് സീത എന്താണ് പറയുന്നത്? പറഞ്ഞു ലക്ഷ്മണനോട് അസഭ്യവാക്കുകള്. അസഭ്യവാക്കുകളെ. അതെ, സീത പറയും ഞാൻ തന്നെ പോകും. അതും കേട്ടില്ലെങ്കിൽ നിശിതമായ വാക്കുകൾ ഉപയോഗിച്ച് ലക്ഷ്മണനെ ശകാരിക്കുന്നു. അങ്ങനെയാണ് ലക്ഷ്മണൻ പോകുന്നത്. എന്താണ് ലക്ഷ്മണ രേഖ? അതിന്റെ ഉള്ളിൽ നിന്നാല് സീതക്കൊന്നും പറ്റൂല. അതിന്റെ ഉള്ളിലൊന്നും സീതക്ക് അഗ്നി കൊണ്ട് രാവണൻ ആ രേഖ കിടക്കാൻ പറ്റത്തില്ല. ആര് വന്നാലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് ലക്ഷ്മണരേഖ എന്ന് സുരക്ഷാവലയം. പറഞ്ഞാൽ ലക്ഷ്മണൻ ആശ്രമത്തിന് ചുറ്റും വരച്ച അഗ്നിസാന്ദ്രമായ മന്ത്രമടങ്ങിയ രേഖയാണ്. ആ രേഖ ആരെങ്കിലും അത് കവച്ചു വെക്കാൻ തുടങ്ങിയാൽ, ചവിട്ടിപ്പോയാൽ അഗ്നി ബാധിക്കും. അത്രയ്ക്ക് ഇതുള്ളതാണ്. അതുകൊണ്ടാണ് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുതെന്ന്, അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് സീതയോട് അപേക്ഷിക്കുന്നത്. രാവണൻ എന്ത് ചെയ്തു? രാവണൻ ധർമ്മത്തിനായിട്ട് വന്നിട്ട് സീതേനെ പുറത്ത് ആശ്രമത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് വിളിക്കുന്നു. അതായത് കപട സന്യാസിയുടെ വേഷം ധരിച്ചു ആദ്യം തന്നെ. രണ്ടാമത് ലേഖയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അഗ്നിജ്വാല കണ്ടു രാവണൻ. അതുകൊണ്ട് ലേഖയ്ക്ക് പുറത്തു നിന്ന് സീതയോട് പുറത്തേക്ക് വരാൻ പറയുന്നു. സീത എങ്ങനെയാണ് ഭിക്ഷ നൽകിയത്? എന്ത് സംഭവിച്ചു? രേഖ കടന്നു വന്നിട്ട് ഫലമൂലാദികൾ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ രാവണൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം സീത അതിലങ്ങ് രഥത്തിൽ കയറ്റി കൊണ്ടുപോകും. സീത രാവണനോട് എന്താണ് പറഞ്ഞത്? ഇഷ്ടമില്ലാതെ എന്നെ സ്പർശിച്ചാൽ രാവണനോട് പറഞ്ഞത്, ഈ മഹാഭാവം ചിരിച്ചോണ്ടാണ് രാവണൻ ചെയ്തത്. അതുകൊണ്ട് നിനക്ക് കണ്ണീരോടുകൂടി പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. നീ നിന്റെ സാമ്രാജ്യവും പ്രജകളും വംശത്തെ തന്നെ നശിപ്പിക്കാനുള്ള രാജപാതയാണ് ഒരുക്കുന്നത് എന്ന്. സീതയുടെ വിലാപം കേട്ട് പ്രതികരിച്ചത് ആരാണ്? ജടായു. ഓക്കെ, എന്ത് ചെയ്തു? ജടായു രാവണനായിട്ട് വിമാനം തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അതെ, യുദ്ധം അതായത് ചിറകുകൾ വീട്ടി കാറ്റുണ്ടാക്കി രഥം തകർക്കാൻ ശ്രമിച്ചു. രാവണനെ നേരിട്ട് ഉപദേശങ്ങൾ ചെയ്തു കൊടുത്തു. ആദ്യം പിന്നെ രാവണനെ കൊത്തി മുറിവേൽപ്പിക്കും, രഥം തകർക്കും. അപ്പോഴാണ് രാവണൻ ചന്ദ്രഹാസം ഉപയോഗിച്ച് ചിറകുകൾ ഖണ്ഡിച്ച് താഴോടിട്ടത്. എന്തായിരുന്നു ജടായുവിന്റെ പ്രാർത്ഥന? രാമൻ അറിയണ രാവണൻ തട്ടിക്കൊണ്ടുപോയത് സീത. രാവനെ കണ്ട് വാർത്ത അറിയിക്കുന്നത് വരെ ജീവൻ നിലനിൽക്കണം. മാരീചവധത്തിന് ശേഷം രാമൻ എന്താണ് തീരുമാനിച്ചത്? ലക്ഷ്മണനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ലക്ഷ്മണൻ അറിയാതെ തന്നെ നാടകത്തിന്റെ ബാക്കി ഭാഗം അങ്ങനെയല്ല, രാമൻ തന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് കഥയുടെ ഇതിവൃത്തം ആശ്രമത്തിൽ നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞു. രാമന് മനസ്സിലായി സീതാദേവിയെ കൊണ്ടുപോയി കഴിഞ്ഞു. അതിനുശേഷം ഇത് ദൈവികമായ ഒരു ആസൂത്രണമാണെന്നും രാമനാണ് ഇതിലുള്ളതെന്നും മനുഷ്യർ മനസ്സിലാക്കരുത് എന്ന് ചെയ്യുവാനായിട്ട് രാമൻ സാധാരണ മനുഷ്യനെ പോലെ വിലപിക്കുന്നു.
അന്നത്തെ സംഭവങ്ങൾ പുനരാലോചിക്കുകയും സീതയെ കാണാത്തതിൽ രാമന്റെ പ്രതികരണവും ലക്ഷ്മണൻ എന്താണ് മനസ്സിലാക്കിയത്? ഇതെല്ലാം രാമന്റെ നാടകത്തിന്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി. അതെ അതെ, കറക്റ്റ്. അതെ. അതായത് മാനവകുലത്തിന്റെ രക്ഷയ്ക്കും പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി ഭഗവാൻ നടത്തുന്ന ലീലാ നാടകമാണെന്നും രാമൻ സാധാരണ മനുഷ്യനല്ലെന്നും ലക്ഷ്മണന് മനസ്സിലായി. തന്റെ ധർമ്മം എന്താണെന്ന് ലക്ഷ്മണൻ മനസ്സിലാക്കുന്നു. രാമനെ എപ്പോഴും രാമന്റെ ആജ്ഞ നിർവഹിച്ച് രാമന്റെ കൂടെ തന്നെ ഈ അന്വേഷണത്തിനായിട്ട് സഹായിക്കണം. അതായത് രാമന്റെ നാടകത്തിൽ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം നന്നായി അഭിനയിക്കാമെന്ന് ലക്ഷ്മണൻ തീരുമാനിക്കുന്നു. നീതി, ആർജവം, ത്യാഗം, ഭക്തി, നന്മ, സത്യസന്ധത, സദാചാരം, വിനയം, ധർമ്മനിഷ്ഠ എന്നീ ഗുണങ്ങളുടെ പന്ഥാവിൽ കൂടി സഞ്ചരിച്ച് മാതൃകയായിക്കൊണ്ട് മനുഷ്യനെ നയിക്കുവാൻ ലക്ഷ്മണനും തീരുമാനിക്കുന്നു. രാമന്റെ പ്രപഞ്ച നാടകത്തിന്റെ സംവിധായകനാണ് എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ എന്താണ് വെളിപ്പെടുത്തിയത്? അതായത് ശ്രീരാമനെ അറിയാം, ലക്ഷ്മണൻ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അഭേദ്യമായ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ആ ലക്ഷ്മണന് സത്യം മനസ്സിലായി എന്ന് ശ്രീരാമന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം തന്റെ അവതാര ദൗത്യം ധർമ്മപരിപാലനവും ധർമ്മോദ്ധാരണവുമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനാൽ അനേകം മാർഗങ്ങൾ കൂടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഒരു ഗുരുനാഥനോ നേതാവോ എങ്ങനെ പെരുമാറണമെന്നാണ് ശ്രീരാമൻ ഉപദേശിക്കുന്നത്? നമ്മുടെ സ്വാമി പറഞ്ഞിട്ടുള്ളതല്ലേ, ബി ഡു സേ, ആവുക, ചെയ്യുക, പറയുക. അതായത് ഒരാദർശത്തെ ആദ്യം തന്നെ ഒരു ഗുരുനാഥനാണെങ്കിലും നേതാവാണെങ്കിലും തന്നെത്താനെ പ്രയോഗിച്ച് പ്രവർത്തിച്ച് കാണിക്കണം. അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ ഫോളോവേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ. രാവണന്റെ തടങ്കലിൽ സീത എങ്ങനെ പെരുമാറി? സൈറാം കേൾക്കാമോ? സൈറാം കേൾക്കാം. അതായത് കുലീനതയോടെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ധീരമായിട്ട് ഉറച്ചു നിൽക്കുന്നു. ഇടറുകയോ വഴങ്ങുകയോ ചെയ്യാതെ തന്റെ പാതിവൃത്യം നന്നായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ധൈര്യത്തോടെയാണ് സീത ഇരിക്കുന്നത്. രാമായണം നൽകുന്ന സന്ദേശം എന്താണ്? അയ്യോ, അതൊരു വലിയ ജീവിതത്തിൽ സകലവിധ മാനുഷിക ബന്ധങ്ങൾക്കും മനുഷ്യജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനും ആവശ്യമായ എല്ലാ ആദർശങ്ങളുമാണ് രാമായണം നൽകുന്നത്. സീതാന്വേഷണത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ആരെയാണ് കണ്ടത്? ആദ്യം കാണുന്നത് ആരെയാ? ജഡായുവിനെ അല്ലേ? ജഡായുവിന് എങ്ങനെയാണ് സൽഗതി കിട്ടിയത്? രാമനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ രാമൻ വെള്ളം കൊടുത്തു. അതെ, രാമനോടെല്ലാം പറഞ്ഞ ശേഷം രാമന്റെ മടിയിൽ കിടന്നുകൊണ്ട് രാമന്റെ കൈകളിൽ നിന്നും ജലം വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് ആ മുഖത്ത് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ജഡായു മരിച്ചത്. അങ്ങനെ സൽഗതി കിട്ടുന്നു. ആ ഭാഗ്യം ദശരഥ മഹാരാജാവിന് പോലും കിട്ടിയില്ല. പുത്രന്റെ മടിയിൽ കിടന്നോ അല്ലെങ്കിൽ പുത്രന്റെ കയ്യിൽ നിന്നും ജലം വാങ്ങിച്ചു കുടിച്ചോ മരിക്കുവാനുള്ള ഭാഗ്യം ദശരഥന് പോലും ഉണ്ടായില്ല. ജഡായുവിന്റെ ഉദകക്രിയകൾ ചെയ്ത ശേഷം കാട്ടിലൂടെ നടന്നപ്പോൾ അവരാരെയാണ് കണ്ടുമുട്ടിയത്? അജമുഖി എന്ന കാമാത്തയ രാക്ഷസിയെ. കബന്ധൻ എന്ന രാക്ഷസന്റെ വൈകൃതം എന്തായിരുന്നു? കൈകാലുകളൊന്നും ഇല്ലായിരുന്നു. അയാൾക്ക് തലയില്ലായിരുന്നു.
പക്ഷെ വായുണ്ട്. വായ എവിടെയാണ്? വയറിന്റെ മധ്യത്തിൽ. രണ്ട് നീണ്ട കൈകളാണ്. ആ കൈ എത്രയോ നീളമുള്ള, യോജനകൾ നീളമുള്ള കൈകളാണ്. കാരണം നടക്കാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ ആ കൈകൾ കൊണ്ട് പിടിച്ചെടുത്തിട്ടാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. വയറിലാണ് മോഹം. കബന്ധന് ശാപമോക്ഷം ലഭിച്ചത് എങ്ങനെയാണ്? ശ്രീരാമന്റെ ബാണം. അതായത് കബന്ധന്റെ കൈകൾ ഛേദിക്കുമ്പോ ആ മഹർഷിയുടെ ശാപത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് മാത്രമേ നിന്റെ കൈകൾ ഛേദിക്കാൻ പറ്റൂ. അത് ഛേദിച്ചു കഴിയുമ്പോൾ നിന്റെ ശരീരത്തെ ദഹിപ്പിക്കാൻ പറയണം. ദഹിപ്പിച്ചാൽ മാത്രമേ അയാൾക്ക് ഗന്ധർവ രൂപം തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അത് ശ്രീരാമനോടും ലക്ഷ്മണനോടും അപേക്ഷിച്ചപ്പോൾ അവര് ആ കബന്ധന്റെ വികൃത രൂപത്തെ, ആ സത്വത്തെ ദഹിപ്പിക്കുകയാണ്. അപ്പോ ഗന്ധർവൻ എണീറ്റ് വരുന്നു. ശബരിയെ കണ്ടുമുട്ടിയപ്പോൾ എന്ത് പറഞ്ഞു? ശബരി എന്ത് പറഞ്ഞു? മാതംഗ മഹർഷിയുടെ ശിഷ്യയാണെന്നും രാമൻ ഇതുവഴി വരും ത്രേതായുഗത്തില്, അപ്പോഴും ദർശനം കിട്ടും. അപ്പോഴങ്ങനെ അതെ അതെ ശരി. ശബരി എങ്ങനെയാണ് രാമനെ സ്വീകരിച്ചത്? പഴങ്ങൾ കടിച്ചു നോക്കിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ മധുരമുള്ളത് നൽകും, മധുരമില്ലാത്തത് കളയും. നോക്കി കൊടുത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നാണ് ശ്രീരാമൻ പറഞ്ഞത്? ഭക്തി, സ്നേഹം. അതായത് പാണ്ഡിത്യം, ബുദ്ധി, പദവി, ജാതി ഇതൊന്നും ഭഗവാനെ പ്രീതനാക്കുന്നില്ല. പ്രേമപൂരിതമായ ഭക്തിയുടെ മാധുര്യം മാത്രമാണ് തന്നെ പ്രീതനാക്കുന്നത് എന്ന് രാമൻ പറഞ്ഞു. ഇവിടെ ശബരി കടിച്ച പഴങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെയാണ് വിതുരരുടെ ഭാര്യ ശ്രീകൃഷ്ണന് കൊടുക്കുന്നത് പഴത്തിന്റെ തൊലിയാണ്. ആ ഭക്തിയുടെ പാരമ്യതയില് തൊലി ഉരിച്ചിട്ട് തൊലി ഭഗവാന് കൊടുക്കുന്നു, ഭഗവാൻ അത് വാങ്ങിച്ചു കഴിക്കുന്നു, പിന്നെ പഴം താഴെ കളയുന്നു. ഇത് കണ്ടിട്ടാണ് വിതുരർ കയറി വരുന്നത്. അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. രണ്ടുപേരും അറിയുന്നില്ല ഇങ്ങനെ തൊലി തിന്നുന്ന കാര്യമൊന്നും. അതാണ് ഭക്തിയുടെ പാരമ്യത എന്ന് പറയുന്നത്. അപ്പൊ ശബരി ഏത് മാർഗത്തിലെ ഭക്തിയാണ് സ്വീകരിച്ചത്? നവവിധ ഭക്തിയിൽ അർപ്പണം. ശബരി ആക്ച്വലി നവവിധ ഭക്തിയിലെ എല്ലാം ചെയ്തു. ആദ്യം തൊട്ട് ശ്രവണം, കീർത്തനം, പാദസ്വ എങ്ങനെയാണ് സേവനം ചെയ്തതെന്ന് അറിയാമോ? ശബരി മാതംഗ മുനി പറഞ്ഞ നാള് തൊട്ട് ആ കാട്ടിലെ രാമൻ നടന്നേക്കാവുന്ന വഴികൾ മുഴുവൻ എന്നും അടിച്ചു വാരി വൃത്തിയാക്കുമായിരുന്നു. എല്ലാ പാറക്കഷ്ണങ്ങളും കഴുകി വൃത്തിയാക്കുമായിരുന്നു. കാരണം എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് അറിയില്ല. വിശ്രമിക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാറപ്പുറത്തിരുന്നാലോ. അതുപോലെ എല്ലാ ദിവസവും ഫലങ്ങളും പിന്നെ പുഷ്പങ്ങളും ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെയാണ് പാദസേവനം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നവവിധ ഭക്തിയുടെ അവസാനം ആത്മനിവേദനമായിട്ട് സ്വന്തം തപശക്തിയിലുണ്ടായ അഗ്നിയിലാണ് ഭസ്മമായി തീരുന്നത്, ഭഗവാനെ നോക്കിക്കൊണ്ട് തന്നെ. അങ്ങനെയാണ്. സീതയെ പറ്റി ശബരിക്ക് എന്തറിയാം എന്ന് രാമൻ ചോദിച്ചപ്പോൾ ശബരിയുടെ ഉത്തരം എന്തായിരുന്നു? രാമതത്വം അറിയുന്നവർക്ക് സീതാതത്വവും അറിയാമെന്ന്. ആരാണ് പറഞ്ഞു കൊടുത്തത്? മാതംഗ മഹർഷി. അതെ, മാതംഗമുനി പറഞ്ഞു തന്നതുകൊണ്ട് സീതാരാമ തത്വം അറിയാമെന്ന് പറഞ്ഞു. സീതാന്വേഷണത്തിന് ആരുടെ സഹായം നേടണമെന്നാണ് മാതംഗമുനി പ്രവചിച്ചിട്ട് അതാണ് ശബരി പറഞ്ഞു കൊടുക്കുന്നത്. ആരാണ്? സുഗ്രീവനല്ലേ? അറിയാലോ. സീതാന്വേഷണത്തിന് ആരുടെ സഹായം നേടാനാണ് ശബരി പറഞ്ഞത്? സുഗ്രീവന്റെ. സുഗ്രീവന്റെ. ബാലിയെ ഭയന്ന് ഋഷ്യമുഖാതിരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സുഗ്രീവന്റെ സഹായത്തോടുകൂടി സീതാന്വേഷണം നടത്തണം. അത് വിജയിക്കുമെന്ന് മാതംഗമുനി പ്രവചിച്ചതായിട്ട് ശബരി പറയുകയാണ്. ശബരി എങ്ങനെയാണ് സൽഗതി നേടിയത്? ശ്രീരാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, ശ്രീരാമനെ നോക്കിക്കൊണ്ട്, തന്റെ യോഗശക്തി കൊണ്ട് യോഗാഗ്നിയിൽ ദഹിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോ അർജുൻ സമസ്ത ലോക സുഖിനോ ഭവന്തു പറഞ്ഞോളൂ. സായിറാം. ഓം സമസ്തലോകാ സുഖിനോർഭവന്തു. ഓം സമസ്തലോകാ സുഖിനോർഭവന്തു. സമസ്തലോകാ സുഖിനോർഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം സായിരാം. സൈറാം. സായിരാം. സായിറാം. റെക്കോർഡ് ഓഫ് ചെയ്യാം.